തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകൾ കൂടുതൽ പേരിലെത്തിക്കാൻ ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇന്നത്തെ വാർത്തകൾ. കേരള PSC KAS പരീക്ഷയ്ക്കുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാനതലം കാറ്റഗറി നമ്പർ 1/2025 ടു 3/2025. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ താഴെ പറയുന്ന ഉദ്യോഗത്തിന് തെരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ഓൺലൈനായി മാത്രം ക്ഷണിക്കുന്നു. മറ്റു രീതിയിലുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈൽ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വകുപ്പ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ഉദ്യോഗ പേര് KAS ഓഫീസർ, ജൂനിയർ ടൈം സ്കെയിൽ, ട്രെയിനി, സ്ട്രീം 1, സ്ട്രീം 2, സ്ട്രീം 3. ശമ്പളം 77,200 രൂപ മുതൽ 1,40,500 രൂപ വരെ. ഒഴിവുകളുടെ എണ്ണം 31. സ്ട്രീം 1 to 2, സ്ട്രീം 2 മുതൽ 10 വരെ, സ്ട്രീം 3 മുതൽ 10 വരെ. നിയമന രീതി. സ്ട്രീം 1 കാറ്റഗറി നമ്പർ 1/2025 നേരിട്ടുള്ള നിയമനം. സ്ട്രീം 2 2/2025 കേരള സർക്കാർ സർവീസിലെ വിവിധ വകുപ്പുകളിലെ പ്രൊബേഷൻ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ള അല്ലെങ്കിൽ സ്ഥിരാംഗങ്ങളായ ജീവനക്കാരിൽ നിന്നും നേരിട്ടുള്ള നിയമനം. അപേക്ഷകർ KAS വിശേഷൽ ചട്ടം 2018 ഷെഡ്യൂൾ 1 പ്രതിപാദിക്കുന്ന വകുപ്പുകളിൽ 1ാം ഗസറ്റഡ് ഓഫീസറോ അതിനു മുകളിലോ ഉള്ള ഉദ്യോഗസ്ഥരോ ആയിരിക്കരുത്. സ്ട്രീം 3 കാറ്റഗറി നമ്പർ 3/2025 കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വിശേഷാൽ ചട്ടം 2018 ഷെഡ്യൂൾ 1 പരാമർശിച്ചിട്ടുള്ള സർക്കാർ വകുപ്പിൽ 1ാം ഗസറ്റഡ് തസ്തികയിൽ അല്ലെങ്കിൽ അതിനു മുകളിൽ ഉദ്യോഗം വഹിക്കുന്നവരോ ഷെഡ്യൂൾ 1 പരാമർശിച്ചിട്ടുള്ള പൊതു കാറ്റഗറികളിലെ തത്തുല്യ തസ്തികകളിൽ ഉദ്യോഗം വഹിക്കുന്നവരോ ആയ സർക്കാർ ജീവനക്കാരിൽ നിന്നും നേരിട്ടുള്ള നിയമനം. ആൻസർ 1 and 2 കാണുക. കുറിപ്പ്. ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കപ്പെടുന്ന റാങ്ക് പട്ടികകൾ പ്രാബല്യത്തിൽ വരുന്ന തീയതി മുതൽ 1 വർഷം നിലവിൽ നിൽക്കുന്നതാണ്. 3 സ്ട്രീമുകളിലേക്കും പ്രത്യേകം റാങ്ക് പട്ടികകൾ തയ്യാറാക്കുന്നതാണ്. കുറിപ്പ് B. ഒന്നിലധികം സ്ട്രീമുകളിലേക്ക് കാറ്റഗറികളിലേക്ക് അപേക്ഷിക്കുന്നതിന് അർഹരായ ഉദ്യോഗാർത്ഥികൾ കാറ്റഗറി തിരിച്ച് പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. കുറിപ്പ് C. 25/10/2019 സർക്കാർ ഉത്തരവ് അനുസരിച്ച് 4% ഒഴിവുകൾ ഭിന്നശേഷിയുള്ളവർക്കായി സംവരണം ചെയ്തിരിക്കുന്നു. KAS തസ്തികയ്ക്കായുള്ള മേൽപ്പറഞ്ഞ ഉത്തരവിൽ 4% സംവരണാനുകൂല്യം ലഭിക്കുന്നതിന് കണ്ടെത്തിയിട്ടുള്ള ഭിന്നശേഷി വിഭാഗങ്ങൾ ഈ ഉത്തരവ് പ്രകാരമുള്ള ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻസും ഫിസിക്കൽ റിക്വയർമെന്റും ഉള്ളവരായിരിക്കണം. മുകളിൽ പരാമർശിച്ചിട്ടുള്ള സർക്കാർ ഉത്തരവിലെ അനുബന്ധത്തിൽ ചേർത്തിരിക്കും പ്രകാരമുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം ഹാജരാക്കേണ്ടത്. സർക്കാർ ഉത്തരവും ഭിന്നശേഷി വിഭാഗങ്ങൾ ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റും കാണുന്നതിന് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016 DA 4% എന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ വിശദമായ വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. പ്രായപരിധി. സ്ട്രീം 1 21 മുതൽ 32 വയസ്സ് വരെ. ഉദ്യോഗാർത്ഥികൾ 2/1/1993 1/1/2004 ഇടയിൽ ജനിച്ചവരായിരിക്കണം. 2 തീയതികളും ഉൾപ്പെടെ. എന്നാൽ വയസ്സിളവ് ബാധകമാകുന്ന വിഭാഗങ്ങളെ സംബന്ധിച്ച് മേൽ തീയതികളിൽ മാറ്റം അനുവദനീയമാണ്. സ്ട്രീം 2
21 മുതൽ 40 വയസ്സ് വരെ. ഉദ്യോഗാർത്ഥികൾ 2/1/1985 1/1/2004 ഇടയിൽ ജനിച്ചവരായിരിക്കണം. എന്നാൽ വയസ്സിളവ് ബാധകമാകുന്ന വിഭാഗങ്ങളെ സംബന്ധിച്ച് മേൽ തീയതികൾക്ക് മാറ്റം അനുവദനീയമാണ്. സ്ട്രീം 3. സ്ട്രീം 3ലേക്കുള്ള അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 1/1/2025 50 വയസ്സ് തികയാൻ പാടില്ലാത്തതാണ്. വയസ്സിളവ് സംബന്ധിച്ച വ്യവസ്ഥകൾ. സ്ട്രീം 1, സ്ട്രീം 2, സ്ട്രീം 3 യാതൊരു കാരണവശാലും 50 വയസ്സ് കവിയാൻ പാടില്ല എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി ഉയർന്ന പ്രായപരിധിയിൽ താഴെ പറയുന്ന ഇളവുകൾ അനുവദനീയമാണ്. 1. കേരള സംസ്ഥാനത്തിലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 5 വർഷവും മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ഉണ്ടായിരിക്കുന്നതാണ്. പട്ടികജാതിക്കാർക്ക് അനുവദിച്ചിട്ടുള്ള പ്രായപരിധിയിലുള്ള ആനുകൂല്യം പ്രായപൂർത്തിയായതിനു ശേഷം പട്ടികജാതിയിൽ നിന്ന് ഏത് മതത്തിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുള്ളവർക്കും അവരുടെ സന്താനങ്ങൾക്കും ലഭിക്കുന്നതാണ്. പട്ടികവർഗക്കാർക്ക് മതപരിവർത്തനം കൊണ്ട് ഈ ആനുകൂല്യം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. കാഴ്ച, കേൾവി, സംസാരം സംബന്ധിച്ച് ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ പരമാവധി 15 വർഷം വരെയും അസ്ഥി സംബന്ധമായ ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ പരമാവധി 10 വർഷം വരെയും ഇളവ് അനുവദിക്കുന്നതാണ്. വിമുക്ത ഭടന്മാർക്ക് പരമാവധി പ്രായപരിധിയിൽ അവരുടെ പ്രതിരോധ സേനയിലുള്ള സേവനത്തിന് തുല്യമായ കാലത്തോളവും പ്രതിരോധ സേനയിൽ നിന്ന് പിരിഞ്ഞുപോയതിനു ശേഷം തൊഴിൽ ഇല്ലാതെ നിന്ന കാലത്തിൽ പരമാവധി 5 വർഷത്തോളവും ഇളവ് ലഭിക്കുന്നതാണ്. വിധവകൾക്ക് പരമാവധി പ്രായത്തേക്കാൾ 5 വർഷം കൂടി ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കുന്നതാണ്. പ്രായപരിധി സംബന്ധിച്ച മറ്റു ആനുകൂല്യങ്ങൾക്ക് പൊതുവ്യവസ്ഥകളിലെ ഖണ്ഡിക 2 നോക്കുക. പൊതുവ്യവസ്ഥകൾ കാണുന്നതിന് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ജനറൽ കണ്ടീഷൻസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ വിശദമായ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. കുറിപ്പ് ബി. പ്രായപരിധിയിലെ ഇളവ്, നിയമനത്തിലെ സംവരണം എന്നിവ അവകാശപ്പെടുന്ന പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ തഹസിൽദാരുടെ റാങ്കിൽ കുറയാത്ത റവന്യൂ അധികാരിയിൽ നിന്നും ജാതി സമുദായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഈ വിജ്ഞാപന തീയതിയിൽ 3 വർഷം തികയാത്തതോ പ്രമാണ പരിശോധനാ തീയതി വരെ നൽകിയിട്ടുള്ളതോ ആയ സമുദായ സർട്ടിഫിക്കറ്റ് വാങ്ങി കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കേണ്ടതാണ്. അനുബന്ധം 3 കാണുക. കുറിപ്പ് സി. നിയമനത്തിലെ സംവരണം അവകാശപ്പെടുന്ന മറ്റു പിന്നോക്ക വിഭാഗം ഉദ്യോഗാർത്ഥികൾ വില്ലേജ് ഓഫീസറുടെ റാങ്കിൽ കുറയാത്ത റവന്യൂ അധികാരിയിൽ നിന്നും നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റും ഈ വിജ്ഞാപന തീയതിയിൽ 1 വർഷം തികയാത്തതോ പ്രമാണ പരിശോധന തീയതി വരെ നൽകിയിട്ടുള്ളതോ ആയ നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റ്, പ്രായപരിധിയിലെ ഇളവ് മാത്രം അവകാശപ്പെടുന്ന മറ്റ് പിന്നോക്ക വിഭാഗം ഉദ്യോഗാർത്ഥികൾ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും വാങ്ങി കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കേണ്ടതാണ്. കുറിപ്പ് ഡി. EWS സംവരണം അവകാശപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ വില്ലേജ് ഓഫീസറുടെ റാങ്കിൽ കുറയാത്ത റവന്യൂ അധികാരിയിൽ നിന്നും EWS സർട്ടിഫിക്കറ്റ് ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിയിൽ 1 വർഷം തികയാത്തതോ പ്രമാണ പരിശോധനാ തീയതി വരെ നൽകിയിട്ടുള്ളതോ ആയ EWS സർട്ടിഫിക്കറ്റ് വാങ്ങി കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കേണ്ടതാണ്. കുറിപ്പ് ഇ. ഭിന്നശേഷി വിഭാഗം ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ ഭിന്നശേഷി തെളിയിക്കുന്നതിനായി 25/10/2010 GOP നമ്പർ 2/2019/SJD പ്രകാരമുള്ള ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് ലഭിക്കാൻ അനുബന്ധം 8 ജോബ് ഓറിയന്റഡ് ഫിസിക്കൽ ആൻഡ് ഫങ്ഷണാലിറ്റി സർട്ടിഫിക്കേഷൻ എന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് പ്രിന്റ് എടുത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. കുറിപ്പ് എഫ്. ഉദ്യോഗാർത്ഥി അപേക്ഷയിൽ അവകാശപ്പെട്ടിട്ടുള്ള ജാതി സമുദായം SSLC ബുക്കിൽ രേഖപ്പെടുത്തിയതിൽ നിന്നും വ്യത്യസ്തമാകുന്ന സാഹചര്യത്തിൽ നോൺ ക്രീമിലെയർ ജാതി സർട്ടിഫിക്കറ്റിനൊപ്പം ജാതി വ്യത്യാസം സംബന്ധിച്ച ബന്ധപ്പെട്ട ഗസറ്റ്
വിജ്ഞാപനം കൂടി പ്രമാണ പരിശോധനാ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. കുറിപ്പ് ജി. ജാതിയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥിയുടെ അപേക്ഷയിൽ നൽകിയിരിക്കുന്ന അവകാശവാദം പിന്നീടുള്ള ഒരു ഘട്ടത്തിലും മാറ്റുവാൻ കഴിയുന്നതല്ല. യോഗ്യതകൾ. സ്ട്രീം 1. കേരള സർക്കാർ സ്ഥാപിത സർവകലാശാലകൾ, അംഗീകരിച്ചിട്ടുള്ള സർവകലാശാലകൾ, അല്ലെങ്കിൽ UGC അംഗീകൃത സർവകലാശാലകൾ, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നൽകിയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സ് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ബാച്ചിലർ ബിരുദം. കുറിപ്പ് എ. KS and SSR പാർട്ട് 2 റൂൾ 10A(2) ബാധകമാണ്. കുറിപ്പ് ബി. വിജ്ഞാപന പ്രകാരമുള്ള യോഗ്യതകളുടെ തത്തുല്യ യോഗ്യത അവകാശപ്പെട്ട് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ തത്തുല്യത തെളിയിക്കുന്ന സർക്കാർ ഉത്തരവ് വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. സ്ട്രീം 2. 1. കേരള സർക്കാർ സ്ഥാപിത സർവകലാശാലകൾ, അംഗീകരിച്ചിട്ടുള്ള സർവകലാശാലകൾ, അല്ലെങ്കിൽ UGC അംഗീകൃത സർവകലാശാലകൾ, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നൽകിയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സ് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ബാച്ചിലർ ബിരുദം. കുറിപ്പ് എ. KS and SSR പാർട്ട് 2 റൂൾ 10A(2) ബാധകമാണ്. കുറിപ്പ് ബി. വിജ്ഞാപന പ്രകാരമുള്ള യോഗ്യതകളുടെ തത്തുല്യ യോഗ്യത അവകാശപ്പെട്ട് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ തത്തുല്യത തെളിയിക്കുന്ന സർക്കാർ ഉത്തരവ് വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. കേരള സർക്കാരിന്റെ ഏതെങ്കിലും വകുപ്പിൽ ഫുൾ മെമ്പർ അല്ലെങ്കിൽ പ്രൊബേഷൻ വിജയകരമായി പൂർത്തിയാക്കിയവർ ആയിരിക്കണം. കൂടാതെ KAS വിശേഷാൽ ചട്ടം 2018 ഷെഡ്യൂൾ 1 അനുബന്ധം 1 പ്രതിപാദിക്കുന്ന വകുപ്പുകളിൽ 1-ാം ഗസറ്റഡ് ഓഫീസറോ അതിനു മുകളിൽ ഉള്ള ഉദ്യോഗസ്ഥരോ ആയിരിക്കരുത്. 3. KS and SSR 1958 ചട്ടം 10B-യിൽ നിഷ്കർഷിച്ചിട്ടുള്ളത് പ്രകാരം സർക്കാർ സർവീസിലെ ഏതെങ്കിലും കേഡറിൽ സേവനം റെഗുലറൈസ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഗവൺമെന്റ് സർവീസിലെ ഒരു സൂപ്പർ ന്യൂമററി തസ്തികയിൽ 2 വർഷത്തിൽ കുറയാത്ത കാലയളവിൽ സേവനമനുഷ്ഠിച്ചിരിക്കുകയും ഗുരുതരമായ ശിക്ഷ, മേജർ പെനാൽറ്റി ചുമത്തപ്പെടുകയോ അല്ലെങ്കിൽ ഗുരുതരമായ ശിക്ഷയോ ക്രിമിനൽ നടപടികളോ നേരിടുകയോ ചെയ്യാത്തവരുമായിരിക്കണം. കുറിപ്പ്. സ്ട്രീം 2-ൽ അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ KAS വിശേഷാൽ ചട്ടം 2018 ഷെഡ്യൂൾ 1 പ്രതിപാദിച്ചിട്ടുള്ള വകുപ്പുകളിലെ 1-ാം ഗസറ്റഡ് തസ്തികയിലെയോ അതിനു മുകളിലോ സേവനം അനുഷ്ഠിക്കുന്നവരല്ല എന്നും ഉദ്യോഗസ്ഥർക്കുമേൽ ഗുരുതരമായ ശിക്ഷ, മേജർ പെനാൽറ്റി ചുമത്തപ്പെടുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ ഗുരുതരമായ ശിക്ഷയോ ക്രിമിനൽ നടപടികളോ സ്വീകരിച്ചു വരുന്നില്ല എന്നുമുള്ള ഒരു സാക്ഷ്യപത്രം ചുവടെ ചേർത്തിട്ടുള്ള മാതൃകയിൽ ബന്ധപ്പെട്ട കൺട്രോളിംഗ് ഓഫീസറിൽ നിന്ന് കമ്മീഷൻ ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കേണ്ടതാണ്. സർട്ടിഫിക്കറ്റിന്റെ മാതൃക. സ്ട്രീം 3. കേരള സർക്കാർ സ്ഥാപിത സർവകലാശാലകൾ, അംഗീകരിച്ചിട്ടുള്ള സർവകലാശാലകൾ, അല്ലെങ്കിൽ UGC അംഗീകൃത സർവകലാശാലകൾ, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നൽകിയ പ്രൊഫഷണൽ കോഴ്സ് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ബാച്ചിലർ ബിരുദം ഉണ്ടായിരിക്കണം. കുറിപ്പ് എ. KS and SSR പാർട്ട് 2 റൂൾ 10A(2) ബാധകമാണ്. കുറിപ്പ് ബി. വിജ്ഞാപന പ്രകാരമുള്ള യോഗ്യതകളുടെ തത്തുല്യ യോഗ്യത അവകാശപ്പെട്ട് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ തത്തുല്യത തെളിയിക്കുന്ന സർക്കാർ ഉത്തരവ് വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. 2. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വിശേഷാൽ ചട്ടം 2018 ഷെഡ്യൂൾ 1 അനുബന്ധം 1-2 പരാമർശിച്ചിട്ടുള്ള സർക്കാർ വകുപ്പുകളിൽ 1-ാം ഗസറ്റഡ് തസ്തികയിൽ അല്ലെങ്കിൽ അതിന് മുകളിൽ ഉദ്യോഗം വഹിക്കുന്നവരോ ഷെഡ്യൂൾ 1-ൽ പരാമർശിച്ചിട്ടുള്ള പൊതു കാറ്റഗറികളിലെ തത്തുല്യ തസ്തികകളിൽ ഉദ്യോഗം വഹിക്കുന്നവരോ ആയ സർക്കാർ ജീവനക്കാർക്ക് മാത്രമേ സ്ട്രീം 3-ൽ അപേക്ഷിക്കുവാൻ അർഹതയുള്ളൂ. 3. ഗവൺമെന്റ് സർവീസിലെ ഏതെങ്കിലും കേഡറിൽ തൃപ്തികരമായി പ്രൊബേഷൻ പൂർത്തിയാക്കിയിരിക്കണം. ഭരണപരമായ കാലതാമസം കൊണ്ട് പ്രൊബേഷൻ പൂർത്തീകരിക്കേണ്ട കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പ്രൊബേഷൻ പൂർത്തീകരിക്കാത്തവരോ ഗുരുതരമായ ശിക്ഷ ചുമത്തപ്പെട്ടവരോ അല്ലെങ്കിൽ ഗുരുതരമായ ശിക്ഷയോ ക്രിമിനൽ നടപടികളോ നേരിടുന്നവരോ അല്ലാത്തപക്ഷം ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുവാൻ അർഹരാണ്. കുറിപ്പ്. സ്ട്രീം 3-ൽ അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ
KAS വിശേഷാൽ ചട്ടം 2018 ഷെഡ്യൂൾ 1 പ്രതിപാദിക്കുന്ന സർക്കാർ വകുപ്പുകളിൽ 1-ാം ഗസറ്റഡ് തസ്തികയിലോ അല്ലെങ്കിൽ അതിനു മുകളിലോ ഉദ്യോഗം വഹിക്കുന്നവരോ ഷെഡ്യൂൾ 1 പരാമർശിച്ചിട്ടുള്ള പൊതു കാറ്റഗറികളിലെ തത്തുല്യ തസ്തികകളിൽ ഉദ്യോഗം വഹിക്കുന്നവരോ ആണെന്നും ഉദ്യോഗസ്ഥർക്കുമേൽ ഗുരുതരമായ ശിക്ഷ ചുമത്തപ്പെടുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ ഗുരുതരമായ ശിക്ഷയോ ക്രിമിനൽ നടപടികളോ സ്വീകരിച്ചു വരികയോ ചെയ്യുന്നില്ല എന്നും ഉള്ള ഒരു സാക്ഷ്യപത്രം ചുവടെ ചേർത്തിട്ടുള്ള മാതൃകയിൽ ബന്ധപ്പെട്ട കൺട്രോളിംഗ് ഓഫീസറിൽ നിന്നും കമ്മീഷൻ ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കേണ്ടതാണ്. സർട്ടിഫിക്കറ്റിന്റെ മാതൃക. KAS ഓഫീസർ ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനി തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും സർക്കാർ സർവീസിലുള്ള അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത റാങ്കിലുള്ള മെഡിക്കൽ ഓഫീസറിൽ നിന്നും ചുവടെ ചേർത്തിട്ടുള്ള മാതൃകയിൽ ഉള്ള മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കമ്മീഷൻ ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കേണ്ടതാണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ മാതൃക. KAS ഓഫീസർ ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനി തസ്തിക സ്ട്രീം 2, സ്ട്രീം 3 എന്നിവയിൽ അപേക്ഷിക്കുന്നവരും സ്ട്രീം 1 അപേക്ഷിക്കുന്ന കേരള സർക്കാരിന്റെ ഭരണ നിയന്ത്രണത്തിനുള്ള സർവീസിൽ ജോലി നോക്കുന്നവരുമായ ഉദ്യോഗാർത്ഥികൾ അവരുടെ സർവീസ് സംബന്ധമായ വിവരങ്ങൾ തെളിയിക്കുന്നതിനായി ബന്ധപ്പെട്ട കൺട്രോളിംഗ് ഓഫീസറിൽ നിന്നും ചുവടെ ചേർത്തിട്ടുള്ള മാതൃകയിൽ സർവീസ് സർട്ടിഫിക്കറ്റ് വാങ്ങി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. സർവീസ് സർട്ടിഫിക്കറ്റിന്റെ മാതൃക. അപേക്ഷ സമർപ്പിക്കേണ്ട രീതി. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ്. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നൗവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in നിർദ്ദേശങ്ങൾക്കും ഗസറ്റ് വിജ്ഞാപനത്തോടൊപ്പം ഭാഗം 2 ആയി ഉൾപ്പെടുത്തിയിട്ടുള്ള പൊതു വ്യവസ്ഥകളിലെയും വിജ്ഞാപനത്തിലെയും വ്യവസ്ഥകൾക്കും അനുസരിച്ചാണ് ഉദ്യോഗാർത്ഥി അപേക്ഷ സമർപ്പിക്കേണ്ടത്. വിജ്ഞാപന വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി സമർപ്പിക്കപ്പെട്ട അപേക്ഷകൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഏത് അവസരത്തിലായാലും നിരുപാധികമായി നിരസിക്കുന്നതാണ്. അപേക്ഷയിലെ ന്യൂനതകൾ പരിഹരിക്കുന്നതിന് ഉദ്യോഗാർത്ഥികൾക്ക് മറ്റൊരു അവസരം നൽകുന്നതല്ല. പാസ്വേഡ് രഹസ്യമായി സൂക്ഷിക്കേണ്ടതും വ്യക്തിഗത വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഉദ്യോഗാർത്ഥിയുടെ ചുമതലയാണ്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് തന്റെ പ്രൊഫൈലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥി ഉറപ്പുവരുത്തേണ്ടതാണ്. കമ്മീഷനുമായുള്ള എല്ലാ കത്തിടപാടുകളിലും യൂസർ ID പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതാണ്. കമ്മീഷൻ മുമ്പാകെ ഒരിക്കൽ സമർപ്പിച്ചിട്ടുള്ള അപേക്ഷ സ്വാഭാവികമായി സ്വീകരിക്കപ്പെടുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിനു ശേഷം അപേക്ഷയിൽ മാറ്റം വരുത്തുവാനോ വിവരങ്ങൾ ഒഴിവാക്കുവാനോ കഴിയുകയില്ല. ഭാവിയിലെ ഉപയോഗത്തിനായി ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ അപേക്ഷയുടെ സോഫ്റ്റ് കോപ്പി പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈലിലെ മൈ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപേക്ഷ സംബന്ധമായി കമ്മീഷനുമായി നടത്തുന്ന കത്തിടപാടുകളിൽ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് കൂടി സമർപ്പിക്കേണ്ടതാണ്. ആധാർ കാർഡുള്ള ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈലിൽ ആധാർ കാർഡ് തിരിച്ചറിയൽ രേഖയായി നൽകേണ്ടതാണ്. അപേക്ഷയിലെ അവകാശവാദങ്ങൾ പിന്നീട് ഒരു ഘട്ടത്തിലും മാറ്റം വരുത്തുവാൻ അനുവദിക്കുന്നതല്ല. ഉദ്യോഗാർത്ഥികൾ ഇമെയിൽ ഐഡിയും മൊബൈൽ ഫോൺ നമ്പറും നിർബന്ധമായി കരസ്ഥമാക്കിയിരിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കുന്ന തീയതി മുതൽ നിയമനം ലഭിക്കുന്ന തീയതി വരെ ഇമെയിൽ ഐഡിയിലും മൊബൈൽ ഫോൺ നമ്പറിലും യാതൊരു കാരണവശാലും മാറ്റം വരുത്തുവാൻ പാടുള്ളതല്ല. പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈലിൽ 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് അപ്ലോഡ് ചെയ്ത തീയതി മുതൽ 10 വർഷക്കാലത്തേക്ക് പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. ഫോട്ടോ സംബന്ധിച്ച മറ്റു നിബന്ധനകൾക്കൊന്നും തന്നെ മാറ്റമില്ല.
വിദ്യാഭ്യാസ യോഗ്യത, പരിചയം, ജാതി, വയസ്സ് മുതലായവ തെളിയിക്കുന്നതിനുള്ള അസൽ പ്രമാണങ്ങൾ കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കിയാൽ മതിയാകും. ഏതു ഭാഷയിലെ ചോദ്യമാണ് ആവശ്യമെന്ന വിവരം ഉദ്യോഗാർത്ഥി അപേക്ഷയിൽ രേഖപ്പെടുത്തേണ്ടതാണ്. പരീക്ഷ എഴുതുവാനുള്ള സ്ഥിരീകരണം നൽകുന്നതിന് ആവശ്യപ്പെടുന്ന സമയത്തും ഏതു ഭാഷയിലെ ചോദ്യമാണ് വേണ്ടതെന്ന് തെരഞ്ഞെടുക്കാൻ ഉദ്യോഗാർത്ഥികളോട് ആവശ്യപ്പെടുന്നതാണ്. അപേക്ഷയിൽ അവകാശപ്പെട്ടതല്ലാത്ത മറ്റൊരു ഭാഷയിലെ ചോദ്യപേപ്പർ പരീക്ഷ സമയത്ത് നൽകുന്നതല്ല. കേന്ദ്ര സർവീസിലോ മറ്റു സംസ്ഥാന ഗവൺമെന്റ് സർവീസിലോ സേവനമനുഷ്ഠിക്കുന്നവർ സ്ട്രീം 1 അപേക്ഷിക്കുമ്പോൾ അതാത് ഗവൺമെന്റിന്റെ അനുമതി പത്രം, സമ്മതപത്രം നിർബന്ധമായും ഹാജരാക്കേണ്ടതാണ്. പ്രതിരോധ സേനയിൽ നിന്ന് വിരമിക്കുവാൻ 1 വർഷം മാത്രം ശേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ NOCക്ക് പകരമായി ലിങ്കിൽ ചേർത്തിട്ടുള്ള മാതൃകയിൽ സർട്ടിഫിക്കറ്റുകളും അണ്ടർടേക്കിങ്ങും ഹാജരാക്കേണ്ടതാണ്. ഈ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മാതൃക കാണുക. കമ്മീഷന്റെ നിർദ്ദേശാനുസരണം പ്രാഥമിക പരീക്ഷ എഴുതുമെന്ന സ്ഥിരീകരണം ഉദ്യോഗാർത്ഥികൾ നിശ്ചിത സമയത്തിനുള്ളിൽ നൽകേണ്ടതാണ്. ഇത് സംബന്ധിച്ച് അറിയിപ്പ് ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിലും അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ നമ്പറിലും നൽകുന്നതാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ സ്ഥിരീകരണം നൽകാത്ത ഉദ്യോഗാർത്ഥികളെ പ്രാഥമിക പരീക്ഷയിൽ പങ്കെടുക്കുന്നതിന് അനുവദിക്കുന്നതല്ല. സ്ഥിരീകരണം നൽകാത്ത ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷകൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലും പരിഗണിക്കുന്നതല്ല. മുഖ്യ പരീക്ഷ എഴുതുന്നതിന് സ്ഥിരീകരണം നൽകേണ്ടതില്ല. സ്കീംസ് ആൻഡ് ഷെഡ്യൂൾസ് ഓഫ് എക്സാമിനേഷൻ. പേപ്പർ 1. സബ്ജക്റ്റ് ജനറൽ സ്റ്റഡീസ് 1. പരീക്ഷയുടെ രീതി ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ്. മാർക്ക് 100 മാർക്ക്. പരീക്ഷയുടെ ദൈർഘ്യം 1 മണിക്കൂർ 30 മിനിറ്റ്. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ്, മലയാളം, തമിഴ് ആൻഡ് കന്നഡയിൽ. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ 2025 ജൂൺ 14 ഫോർനൂൺ. പേപ്പർ 2. പാർട്ട് 1 ജനറൽ സ്റ്റഡീസ് 2. പാർട്ട് 2 ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി മലയാളം, തമിഴ് ഓർ കന്നഡ. പാർട്ട് 3 ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇംഗ്ലീഷ്. പരീക്ഷയുടെ മാതൃക ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ്. പാർട്ട് 1 50 മാർക്കും പാർട്ട് 2 30 മാർക്കും പാർട്ട് 3 20 മാർക്കും. സമയം 1 മണിക്കൂർ 30 മിനിറ്റ്. പാർട്ട് 1 ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, കന്നഡ ഭാഷയിൽ ലഭ്യമാണ്. പാർട്ട് 2 ചോദ്യപേപ്പർ മലയാളം, തമിഴ്, കന്നഡ ഭാഷയിൽ ലഭ്യമാണ്. പാർട്ട് 3 ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും. പരീക്ഷ നടക്കുന്ന തീയതി 2025 ജൂൺ 14 ആഫ്റ്റർനൂൺ. പേപ്പർ 1 മെയിൻ എക്സാമിനേഷന്റെ പേപ്പർ 1 ജനറൽ സ്റ്റഡീസ് 1. പരീക്ഷ ഡിസ്ക്രിപ്റ്റീവ് രീതിയിലുള്ളതായിരിക്കും. ആകെ മാർക്ക് 100. പരീക്ഷയുടെ ദൈർഘ്യം 2 മണിക്കൂർ. ചോദ്യപേപ്പർ ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, കന്നഡയിൽ എഴുതാവുന്നതാണ്. പരീക്ഷ നടക്കുന്ന തീയതി 2025 ഒക്ടോബർ 17 ഫോർനൂൺ. പേപ്പർ 2 ജനറൽ സ്റ്റഡീസ് 2. ഡിസ്ക്രിപ്റ്റീവ് രീതിയിലുള്ള പരീക്ഷയാണ്. മാക്സിമം മാർക്ക് 100. പരീക്ഷയുടെ ദൈർഘ്യം 2 മണിക്കൂർ. പരീക്ഷ നടക്കുന്ന തീയതി 2025 ഒക്ടോബർ 17. പേപ്പർ 3 ജനറൽ സ്റ്റഡീസ് 3. പരീക്ഷ ഡിസ്ക്രിപ്റ്റീവ് രീതിയിലുള്ളതാണ്. ആകെ മാർക്ക് 100 മാർക്ക്. പരീക്ഷയുടെ ദൈർഘ്യം 2 മണിക്കൂർ. പരീക്ഷ നടക്കുന്ന തീയതി 2025 ഒക്ടോബർ 18 ഫോർനൂൺ. ഇന്റർവ്യൂ മാർക്ക് 45 മാർക്ക്. ഇന്റർവ്യൂ നടക്കുന്ന തീയതി ജനുവരി ഫെബ്രുവരി 2026. KAS പരീക്ഷയുടെ സിലബസ് അടുത്ത വീഡിയോയിൽ പറയാം. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. ചാനൽ തുടർന്നും ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിലെത്തിക്കാനായി ചാനൽ ഷെയർ ചെയ്യുക.
ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി.